തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജമാഅത്ത് ഇസ്ലാമി UDF അവിശുദ്ധ കൂട്ടുകെട്ടെന്ന ആരോപണം കടുപ്പിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. 4 വോട്ട് കിട്ടാൻ നാടിന്റെ പാരമ്പര്യം കോൺഗ്രസ് പണയം വയ്ക്കുകയാണെന്ന് മുഖ്യമന്ത്രി ആഞ്ഞടിച്ചു. മുഖ്യമന്ത്രിയുടെ പ്രതികരണം അനുഭവങ്ങളുടെ വെളിച്ചത്തിലെന്ന് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ തിരിച്ചടിച്ചു. തദ്ദേശ തിരഞ്ഞെടുപ്പിലും UDF ജമാഅത്ത് ഇസ്ലാമി കൂട്ടുകെട്ടെന്ന രാഷ്ട്രീയ ആരോപണമാണ് മുഖ്യമന്ത്രി ഉയർത്തുന്നത്. ഹിന്ദുത്വവാദികളും പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകളും ഒരേ തൂവൽ പക്ഷികൾ എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി BJP ജമാഅത്ത് ഇസ്ലാമി സഖ്യത്തെ കൂടെ നിർത്താൻ കേരളത്തിൽ UDF ശ്രമിക്കുകയാണെന്നും ആരോപിച്ചു. 4 വോട്ട് കിട്ടുമെങ്കിൽ അത് പ്രധാനമാണ് എന്ന് കണക്കാക്കി ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള അവിശുദ്ധ സഖ്യത്തിനാണ് കോൺഗ്രസ് തയ്യാറായിട്ടുള്ളത്. എന്നാൽ ജമാഅത്തെ ഇസ്ലാമി CPMുമായി പ്രാദേശിക സഖ്യം ഉണ്ടായിട്ടില്ലേ എന്ന ചോദ്യത്തിന് മറുപടി ഇങ്ങനെ: അതായത് ഒരു കാലത്ത് ജമാഅത്തെ ഇസ്ലാമി സ്ഥാനാർത്ഥിയെ നോക്കി വോട്ട് കൊടുക്കാൻ പറയുന്നൊരു കാലം ഉണ്ടായിരുന്നു. അങ്ങനെയാണല്ലോ MP ഗംഗാധരനും TK ഹംസയും മത്സരിച്ചപ്പോൾ MP ഗംഗാധരന് വോട്ട് കൊടുക്കാൻ ജമാഅത്തെ ഇസ്ലാമി തീരുമാനിച്ചത്. മുഖ്യമന്ത്രിയുടെ പരാമർശത്തിനെതിരെ സാദിഖ് അലി ശിഹാബ് തങ്ങൾ രംഗത്തെത്തി. മുഖ്യമന്ത്രി പറഞ്ഞത് അനുഭവങ്ങളുടെ വെളിച്ചത്തിലായിരിക്കുമെന്നും അവർ ആത്മഹത്യ ചെയ്തോ എന്നും പരിഹാസം. ഏത് പശ്ചാത്തലത്തിലായാലും ആത്മഹത്യ ചെയ്യേണ്ട ഗതികേടൊന്നും UDFനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടില്ല, ഉണ്ടാവുകയുമില്ല. ഒരുപക്ഷെ അനുഭവത്തിന്റെ വെളിച്ചത്തിലായിരിക്കും മുഖ്യമന്ത്രി അത് പറഞ്ഞത്. കാരണം അവരും ജമാഅത്തുമായിട്ടൊക്കെ ബന്ധം നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. തദ്ദേശ തിരഞ്ഞെടുപ്പ് പ്രചാരണം അവസാന ലാപ്പിലേക്ക് എത്തുമ്പോൾ CPMന്റെ പ്രധാന പ്രചാരണായുധം UDF ജമാഅത്ത് ഇസ്ലാമി സഖ്യമെന്ന ആരോപണമായിരിക്കുമെന്ന് വ്യക്തം. 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.